കോട്ടയം ഏറ്റുമാനൂരിൽ തട്ടുകടയിലുണ്ടായ സംഘർഷത്തിൽ പോലീസുകാരൻ കൊല്ലപ്പെട്ടു. കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിലെ ഡ്രൈവർ ശ്യാം പ്രസാദാണ് മരിച്ചത്. പ്രതി പെരുമ്പായിക്കാട് സ്വദേശി ജിബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോട്ടയം ഏറ്റുമാനൂരിൽ അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ ഒരു തട്ടുകടയിൽ കയറുകയും അവിടെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് അവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്നത്. ഈ സംഘർഷം തടയുന്നതിനായിട്ട് ഈ ബഹളക്കാരൻ്റെ അടുത്ത് ഇദ്ദേഹം പോലീസുകാരനാണ്, അതുകൊണ്ട് താങ്കൾക്കെതിരെ നിയമ നടപടി ഉണ്ടാകും എന്ന് പറയുന്നതിന് പിന്നാലെയാണ് ഈ കേസിലെ പ്രതിയായിട്ടുള്ള ജിബി ഈ ശ്യാം പ്രസാദിനെ ആക്രമിക്കുന്നത്. ഈ സംഭവ സ്ഥലത്ത് വെച്ച് ഇദ്ദേഹത്തെ അടിച്ചു വീഴ്ത്തുകയും നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് അതുവഴി കുമരകം പോലീസ് സ്റ്റേഷനിലെ SHO അടക്കമുള്ളവർ അതുവഴി കടന്നു വരുന്നത്. അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുന്നത് ശ്യാമാണ്. ഈ പ്രതി ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അതിന് പിന്നാലെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ പോയി ഈ പ്രതിയെ പിടിച്ച് മടങ്ങിയെത്തുമ്പോൾ ജീപ്പിൽ കുഴഞ്ഞു വീണ് കിടക്കുന്ന നിലയിലാണ് ശ്യാമിനെ കാണുന്നത്. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ എത്തിച്ചെങ്കിലും അർദ്ധരാത്രിയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു. ജിബി ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഇയാൾക്ക് 2022 മുതൽ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ റൗഡി ഹിസ്റ്ററി ഷീറ്റ് ഉണ്ട്. ഇയാൾ മൊത്തം 7 കേസിൽ പ്രതിയാണ്. ഗാന്ധിനഗറിൽ തന്നെ 308 കേസ്, അതുപോലെ ഒരു മോഷണ കേസ്, പിന്നെ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു 325 കേസ്, അതുപോലെ സുവമോട്ടോ ആയിട്ട് പോലീസ് എടുത്ത അബ്കാരി ആക്ട് NDPS ഒരു കഞ്ചാവ് ഉപയോഗിച്ചതിനുള്ളൊരു കേസ്. അങ്ങനെ മൊത്തം 7 കേസിൽ പ്രതിയാണ്. എന്തായാലും ജിബിയെ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഇപ്പോൾ ശ്യാമിൻ്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുക. പോലീസിനെ സംബന്ധിച്ച് ഒരു ഞെട്ടിക്കുന്ന സംഭവം ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു ക്രിമിനൽ കേസിലെ പ്രതികളെ പിടിക്കാൻ പോകുന്ന ഘട്ടത്തിലൊക്കെ ഒരു അപകട സാധ്യത തീർച്ചയായിട്ടും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും മുന്നിൽ കാണും. പക്ഷേ ഇവിടെ നടന്നിരിക്കുന്നത് അത്തരമൊരു സംഭവമല്ല. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ശ്യാമ ആക്രമണത്തിന് ഇരയാകുന്നത്. അദ്ദേഹത്തിന് ഭാര്യയും 3 കുട്ടികളുമാണ് ഉള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. പ്രതിയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും.